പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റും തുടർന്നുള്ള നടപടികളും വിവാദമായതോടെ തിരുത്താൻ വനംവകുപ്പ്. വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കും. ഇക്കാര്യം പരിശോധിക്കാൻ വനമന്ത്രി റിപ്പോർട്ട് തേടി. അറസ്റ്റിൽ രൂക്ഷ വിമർശനം ഉയർന്നതോടെയാണ് വനംവകുപ്പ് പ്രതിക്കൂട്ടിലായത്. അറസ്റ്റ് സംബന്ധിച്ച് മുന്നണിയിലെ പല രാഷ്ട്രീയ കക്ഷികളും നിലപാട് കടുപ്പിച്ചതോടെയാണ് വനംമന്ത്രി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി നീക്കവുമായി രംഗത്ത് വന്നത്. എന്നാൽ വേടനെ അറസ്റ്റ് ചെയ്ത സമയത്ത് നിയമ നടപടി ഉണ്ടാവും എന്നായിരുന്നു വനംവകുപ്പ് മന്ത്രിയുടെ പ്രതികരണം. എന്നാൽ നിലവിലെ നീക്കം മുഖ്യമന്ത്രിയുടെ കൂടെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് വിവരം. വനമന്ത്രി വനംവകുപ്പ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇന്ന് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. റിപ്പോർട്ട് ലഭിച്ചാലുടൻ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കും. ലഹരി വസ്തു സൂക്ഷിച്ചതിനായിരുന്നു വേടനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിന്നീടുള്ള ചോദ്യം ചെയ്യലിലാണ് കഴുത്തിലെ പുലിപ്പല്ല് മാല കാരണം വനംവകുപ്പിന് കൈമാറിയത്. ഉടൻ തന്നെ കേസിൽ വനംവകുപ്പ് വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. യാതൊരു തെളിവോ ശാസ്ത്രീയ പരിശോധനയോ ഇല്ലാതെ വനംവകുപ്പ് നടത്തിയ അറസ്റ്റിനെ കോടതി വിമർശിച്ചു. വേടന് കോടതി ജാമ്യം നൽകി. വേടന്റെ അറസ്റ്റിലും തുടർ നടപടികളിലെയും തിടുക്കം ചൂണ്ടിക്കാണിച്ച് വനംവകുപ്പിനെതിരെയും മന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. വേടനെതിരെ നടപടിയുണ്ടാകുമെന്ന് ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ച വനമന്ത്രി പിന്നാലെ നിലപാട് മയപ്പെടുത്തുകയായിരുന്നു. കഞ്ചാവ് കേസിനെ എതിർക്കുന്നവർ പോലും പുലിപ്പല്ല് കേസിൽ വേടനോട് കാണിക്കുന്നത് ഇരട്ട നീതിയാണ് എന്ന് സമ്മതിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രമുഖരും അല്ലാത്തവരുമായ വലിയൊരു വിഭാഗം വേടനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. വേടൻ വലിയ തിരിച്ചുവരവ് നടത്തുമെന്ന് നടൻ അപ്പാനി ശരത് ഫേസ്ബുക്കിൽ കുറിച്ചു. പ്രേംകുമാർ, നാദിർഷ, സജിത മഠത്തിൽ, ജോൺ ബ്രിട്ടാസ് അടക്കം നിരവധി പേരാണ് വേടന് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വേടൻ വേദനിച്ചവർക്കും വേർതിരിക്കപ്പെട്ടവർക്കും വേറിട്ട് കൊടുത്തവനാണിവൻ. നിയമത്തിനു മുന്നിൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷയാവാം, തിരുത്തപ്പെടുകയും ചെയ്യും. പക്ഷേ വിപ്ലവമൂർച്ചയുള്ള അവന്റെ വരികളെയും പാട്ടുകളെയും ഭയക്കുന്ന ചില വംശീയ വെറിയന്മാരുടെ പൂതിക്ക് വേടനെ വായടപ്പിക്കാൻ മോഹമെങ്കിൽ അതിവിടെ നടക്കില്ല. തിരിച്ചറിയുക. കാരണം ജനലക്ഷങ്ങളുടെ ഉള്ളിലെ തീയാണവൻ. മിണ്ടാൻ പേടിക്കുന്നവർക്ക് നാവായവൻ. വേടനൊപ്പം ഗായകൻ ഷാഫി കൊല്ലം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഇങ്ങനെ നിരവധി പേർ വേടന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്നായിരുന്നു അധികാരികൾ നിലപാട് മയപ്പെടുത്തിയത്.